നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ അനീഷ് കല്ലട. ഞാൻ ഇന്നൊരു പുതിയ ഓഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേറ്ററ്റിനും സീറ്ററ്റിനും പി എസ് സിക്കും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും ആൻസറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? നർമ്മദ. അന്തരീക്ഷത്തിലെ ഏത് ഭാഗത്താണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ്? വ്യാഴം. പാഠ്യപദ്ധതിയിൽ ചാക്രിയാരോഹണ രീതിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ബ്രൂണർ. രക്തത്തിൻ്റെ pH മൂല്യം എത്ര? 7-ൽ കൂടുതൽ. വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ചോദ്യപേപ്പർ ഡിസൈൻ തയ്യാറാക്കേണ്ടതുണ്ട്. താഴെ പറയുന്നവയിൽ ഈ പ്രക്രിയയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ചിന്താശേഷിക്കുള്ള വെയിറ്റേജ്, ഗ്രേഡിംഗ് സൂചകങ്ങൾക്കുള്ള വെയിറ്റേജ്, വിവിധ ചോദ്യ മാതൃകകൾക്കുള്ള വെയിറ്റേജ്, കാഠിന്യ നിലവാരത്തിനുള്ള വെയിറ്റേജ്. ശരി ഉത്തരം ഗ്രേഡിംഗ് സൂചകങ്ങൾക്കുള്ള വെയിറ്റേജ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ചോദ്യപേപ്പർ ഡിസൈൻ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഈ പ്രക്രിയയുമായി ബന്ധമില്ലാത്തതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ബന്ധമില്ലാത്തത് ഗ്രേഡിംഗ് സൂചകങ്ങളുമായുള്ള വെയിറ്റേജ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പരിസര പഠന ക്ലാസ്സിൽ വിലയിരുത്താനായി ഉപയോഗിക്കുന്ന രീതി. കുറേ രീതികൾ താഴെ പറയുന്നുണ്ട്. ഒന്നാമത്തെ രീതി മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷ, രണ്ടാമത്തെ രീതി കേട്ടെഴുത്ത്, മൂന്നാമത്തെ രീതി കാണാതെ പറയൽ, നാലാമത്തെ രീതി റിഫ്ലക്സ് ജേണൽ. ശരി ഉത്തരം റിഫ്ലക്സ് ജേണലാണ്. ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ പഞ്ചസാര ലയിപ്പിച്ചാൽ അതിലെ വെള്ളത്തിൻ്റെ അളവ് എന്ത് സംഭവിക്കുന്നു? മാറ്റം വരുന്നില്ല, ഉയരുന്നു, താഴുന്നു, ഇതൊന്നുമല്ല. ഉത്തരം മാറ്റം വരുന്നില്ല. താഴെ പറയുന്നവയിൽ സസ്യവളർച്ചയ്ക്ക് ആവശ്യമൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കാർബൺ, മെർക്കുറി, ഓക്സിജൻ, സൾഫർ. ഉത്തരം മെർക്കുറി. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം റേച്ചൽ കാർസൺ. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം? മൈറ്റോകോൺഡ്രിയ. പഠനത്തിൻ്റെ ഭാഗമായി കുട്ടികളോട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ നിർദ്ദേശിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഇതിൻ്റെ ആദ്യഘട്ടം? എ. പരികൽപ്പന രൂപീകരണം, ബി. ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കൽ, സി. പ്രശ്നമനുഭവപ്പെടൽ, ഡി. വിവരശേഖരണം. അപ്പോൾ ആദ്യത്തെ ഘട്ടമായ പ്രശ്നം അനുഭവപ്പെടലാണ്. പഠനത്തിൻ്റെ ഭാഗമായി കുട്ടികളോട് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. താഴെ പറയുന്നതിൽ ഏതാണ് ഇതിൻ്റെ ആദ്യഘട്ടം? ഉത്തരം പ്രശ്നം അനുഭവപ്പെടൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഗൺമെറ്റൽ എന്ന ലോഹസങ്കരം ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നതാണ്? കോപ്പർ, ടിൻ, സിങ്ക്. ഇതാണ് ഇതിൻ്റെ ഉത്തരം. IUCN പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഫോർ നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്.
ഒരിക്കൽ കൂടി പറയാം. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഫോർ നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മണ്ണിലെ നൈട്രജൻ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന ബാക്ടീരിയ ഏത്? ഉത്തരം അസറ്റോബാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ഉത്തരം കോർബറ്റ് നാഷണൽ പാർക്ക്. താഴെ പറയുന്നവയിൽ ആഹാര സംഭരണവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: ചേന, ചേമ്പ്, മഞ്ഞൾ, ബീട്രൂട്ട്. ഉത്തരം ബീട്രൂട്ട്. പ്രകൃതി സംബന്ധമായ നിരവധി വസ്തുക്കളെക്കുറിച്ച് നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെടുന്ന വിശദീകരണമാണ് എ. വസ്തുക്കൾ, ബി. ആശയങ്ങൾ, സി. സിദ്ധാന്തങ്ങൾ, ഡി. തത്വങ്ങൾ. ഉത്തരം സിദ്ധാന്തങ്ങൾ. ഒരു ഫീൽഡ് ട്രിപ്പിലൂടെ പരീക്ഷണത്തിന് അനുയോജ്യമായ വ്യത്യസ്ത സസ്യങ്ങളുടെ ഇലകൾ ശേഖരിക്കുക എന്നത് അന്വേഷണാത്മക പഠനത്തിൻ്റെ ഏത് ഘട്ടത്തിൽപ്പെടുന്നു? ഓപ്ഷൻസ്: എ. എൻഗേജ്, ബി. എക്സ്പ്ലെയിൻ, സി. എക്സ്പ്ലോർ, ഡി. ഇവാലുവേറ്റ്. ഉത്തരം എക്സ്പ്ലോർ. സൂര്യപ്രകാശം, ജലം, വളങ്ങൾ, മണ്ണിൻ്റെ ഗുണം എന്നിവ സസ്യത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. സസ്യങ്ങളുടെ വളർച്ചയിൽ ജലത്തിൻ്റെ സ്വാധീനം എന്ന പഠനത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് നിയന്ത്രിത ചരങ്ങൾ? ഓപ്ഷൻസ്: എ. സൂര്യപ്രകാശം, വളങ്ങൾ, ജലം. ഓപ്ഷൻ ബി. ജലം, മണ്ണിൻ്റെ ഗുണം, വളങ്ങൾ. ഓപ്ഷൻ സി. സൂര്യപ്രകാശം, വളങ്ങൾ, മണ്ണിൻ്റെ ഗുണം. ഓപ്ഷൻ ഡി. നിയന്ത്രിത ചരങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ ഉത്തരം സൂര്യപ്രകാശം, വളങ്ങൾ, മണ്ണിൻ്റെ ഗുണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. മനുഷ്യൻ്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം. ഓപ്ഷൻ എ 200, ബി 204, സി 206, ഡി 209. ഉത്തരം 206. പാഴ്വസ്തുക്കളും വില കുറഞ്ഞ വസ്തുക്കളും ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ കുട്ടി ഉപകരണങ്ങൾ തയ്യാറാക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ശാസ്ത്ര പഠന തലത്തിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എ. വൈജ്ഞാനിക തലം, ബി. പ്രയോഗതലം, സി. പ്രക്രിയാതലം, ഡി. സർഗാത്മക തലം. ഉത്തരം സർഗാത്മക തലം. ക്ലാസ് മുറിയിൽ വിവിധ തരം പഠിതാക്കളുടെ പ്രശ്നത്തെ സമഗ്രമായി കണ്ട് ആശയങ്ങൾ തമ്മിൽ പരസ്പരബന്ധം കണ്ടെത്തുന്ന പഠിതാക്കളാണ് ഓപ്ഷൻ എ. ഭാവനാത്മക പഠിതാക്കൾ, ബി. ക്രിയാത്മക പഠിതാക്കൾ, സി. സാമാന്യയുക്തി പഠിതാക്കൾ, ഡി. വിശകലനാത്മക പഠിതാക്കൾ. ഉത്തരം ഭാവാത്മക പഠിതാക്കൾ. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ. പൂനെ, ബി. കോയമ്പത്തൂർ, സി. തിരുവനന്തപുരം, ഡി. ഹൈദരാബാദ്. ഉത്തരം കോയമ്പത്തൂർ. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിൽ, ബി. വെള്ളത്തിൽ, സി. വായുവിൽ, ഡി. ഖരവസ്തുക്കളിൽ. ഉത്തരം ഖരവസ്തുക്കളിൽ. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനായി ഗംഗാ ആക്ഷൻ പ്ലാൻ ആരംഭിച്ച വർഷം? ഉത്തരം 1985, അതായത് 1985. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയിൽ അധിഷ്ഠിതമായ ഒരു പരിസര പഠന ക്ലാസ്സിനെ വിശദീകരിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പ്രസ്താവന ഏത്? എ. കുട്ടികൾ നിഷ്ക്രിയ
ശ്രോതാക്കളാണ്. ബി. കുട്ടികൾ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. സി. കുട്ടികൾ പാഠഭാഗങ്ങൾ വായിക്കുന്നു. ഡി. കുട്ടികൾ കൂട്ടമായി നിരീക്ഷണം, ശേഖരണം, അപഗ്രഥനം എന്നീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ശരി ഉത്തരം കുട്ടികൾ കൂട്ടമായി നിരീക്ഷണം, ശേഖരണം, അപഗ്രഥനം എന്നീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലോക വന്യജീവി വാരം ആഘോഷിക്കുന്നത് എന്ന്? ഉത്തരം ഒക്ടോബർ 1 മുതൽ 7 വരെ. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് എ. കൈവണ്ടി, ബി. കൈത്തണ്ട, സി. ചവണ, ഡി. കത്രിക. ഉത്തരം കത്രിക. ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നും ഇതുപോലുള്ള ഓഡിയോ ക്ലാസ് വേണോ അതോ വിഷ്വലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വേണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, കൂടുതൽ ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കേട്ട് പഠിക്കട്ടെ. ഓക്കെ, താങ്ക്സ് ഫോർ ഹിയറിങ്. ഓക്കെ, ബൈ.